ഈ ലോകത്തിന്റെ ജനസംഖ്യ 7.9 ബില്യൺ ആണ്. എന്നിട്ടും ഒരാളെ പോലെ മറ്റൊരാളുടെ മുഖവുമില്ല, അതേപോലെ ഒരു മനസ്സുമില്ല. ഈ ലോകത്ത് 7.9 ബില്യൺ ആളുകളുണ്ട്. എന്നിട്ടും ഒരാളുടെ പോലെ ഒരു മുഖമോ ഒരു മനസ്സോ മറ്റൊരാൾക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല. നമ്മുടെ തലച്ചോറിനെ കുറിച്ച് ഇതിനു മുമ്പ് ധാരാളം റിസർച്ചുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തലച്ചോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്നും ശാസ്ത്രജ്ഞന്മാർ പോലും അതിശയിച്ച് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള ചില ബ്രെയിൻ ഫാക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ആരംഭിക്കാം. ഫാക്ട് നമ്പർ 1. When we have a plan B, our plan A is less likely to work. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ നടന്ന ഒരു റിസർച്ച് പറയാം. ജഡ്ജസ് 2 ഗ്രൂപ്പ് വോളണ്ടിയേഴ്സിനെ തയ്യാറാക്കിയ ശേഷം അവർക്ക് 2 കൂട്ടർക്കും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഒന്നാമത്തെ ഗ്രൂപ്പിന് ഒരു മെയിൻ ടാസ്കിനോടൊപ്പം ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള രണ്ടാമതൊരു ടാസ്ക് കൂടെ കൊടുത്തു. അതായത് അവരുടെ ഒന്നാമത്തെ ടാസ്ക് അവർക്ക് ഏതെങ്കിലും കാരണവശാൽ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് രണ്ടാമത്തെ ടാസ്ക് യൂസ് ചെയ്യാം. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിന് ഒരൊറ്റ ടാസ്കാണ് കൊടുത്തത്, അവർക്കൊരു ഓപ്ഷൻ കൊടുത്തതേ ഇല്ല. ആ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ 2 ടീമിനും തന്റെ ടാസ്ക് പൂർത്തീകരിക്കുവാൻ വേണ്ടി ഒരേപോലെയുള്ള ടൈമും അനുവദിച്ചു കൊടുത്തു, ഒരേപോലെയുള്ള ഇൻഗ്രീഡിയൻസും നൽകി. 2 ഗ്രൂപ്പിനും കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ച റിവാർഡും സെയിം ആയിരുന്നു. എന്നാൽ റിസൾട്ട് പുറത്തു വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓപ്ഷൻ അഡീഷണൽ കൊടുത്ത ഗ്രൂപ്പിനേക്കാൾ ഒറ്റ ഓപ്ഷൻ മാത്രം കൊടുത്ത ഗ്രൂപ്പ് 10 മടങ്ങ് കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നു. ഇതിന് കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവരുടെ പൂർണ്ണമായ ഫോക്കസ് ഒരൊറ്റ കാര്യത്തിലേക്കായിരുന്നു. അതുകൊണ്ട് റിസർച്ചേഴ്സ് ഈ എക്സ്പെരിമെന്റിന് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കി. അതായത് ഒരു പ്ലാനിനോടൊപ്പം തന്നെ നമുക്കൊരു അഡീഷണൽ പ്ലാൻ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 2 പ്ലാനും കൃത്യമായി ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പ്ലാനിന് പകരം നമ്മൾ ആ പ്ലാനിനെ കുറിച്ച് കൂടെ കുറച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അത് കാരണത്താൽ നമ്മുടെ ശ്രദ്ധ പ്ലാൻ എയിലേക്കോ പ്ലാൻ ബിയിലേക്കോ പൂർണ്ണമായി ഫോക്കസ് ആവാത്തതുപോലെ ഉണ്ടാകും. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുകയാണ്. CMIയുടെ സർവേ പ്രകാരം ഇന്ത്യയിൽ 5.3 കോടി തൊഴിലില്ലാത്ത വ്യക്തികളാണ് ഉള്ളത്. ഇതൊരു വലിയ സംഖ്യയല്ലേ? ഇതിൽ 1.7 കോടിയോളം സ്ത്രീകളാണ്. കുടുംബകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള കരിയർ ബ്രേക്ക്, അതുപോലെ പ്രായം കൂടുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അവസരങ്ങളില്ലായ്മ, ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് തൊഴിലില്ലായ്മ കൂടാൻ കാരണം. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞു തരാം. സ്വാതി റാണിയുടെ കഥയാണ്. സെയിൽസിലെ തന്റെ കരിയർ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവൾ ഗ്രീഡി ഗെയിംസിൽ HR ആയി ജോലിക്ക് പ്രവേശിച്ചു. സ്വാതിക്ക് ഈ 2 സ്ട്രീമുകളിൽ ഏതിൽ വേണമെങ്കിലും ജോലി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അവളുടെ പ്രൊഫഷണൽ പ്രിഫറൻസ് അനുസരിച്ച് സ്വാതി ഒരു മികച്ച ജോലി തിരഞ്ഞെടുത്തു. അതുപോലെ നിഷ ഗുപ്ത, മകനെ വളർത്താൻ നിഷ ഗുപ്ത ജോലിയിൽ നിന്ന് ലീവ് എടുത്തു. 10 വർഷത്തെ ജോലിയില്ലാത്ത ലൈഫിന് ശേഷം ഡയമണ്ട്സ് ഓൺ കാൾസിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി തന്റെ കരിയർ ആരംഭിച്ചു. ഇതാണ് കിരൺ മിർധ. പാൻഡമിക് സമയത്ത് കിരൺ തന്റെ ജോലി മാറാൻ ശ്രമിച്ചു. എന്നാൽ അത് ലൈഫിനെ ആകെ താളം തെറ്റിച്ചു. എന്നാൽ ഇന്ന് അവൾ നല്ല ശമ്പള പാക്കേജുമായി ബിക്കായിലെ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവാണ്. അൺ അക്കാഡമി നടത്തിയ റീ ലെവലിന്റെ ഒരു സിമ്പിൾ ടെസ്റ്റ് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധ്യമായത്. ഇന്ത്യയിലെ മികച്ച 200 കമ്പനികളിലേക്ക് റീ ലെവലിൽ നിന്ന് നിയമനം നടത്തുന്നു. ഇതിത്ര എളുപ്പമാകാൻ കാരണം എന്താണെന്നാൽ, ഈ ടെസ്റ്റിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമായതുകൊണ്ടാണ്. അതായത് റിസ്യൂം ഓർ ഡിഗ്രി ഇതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവിത കഥകൾ റീ ലെവലിലുണ്ട്. നിങ്ങളുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് റീ ലെവലിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. നിങ്ങൾ കരിയർ ആരംഭിക്കാൻ കാത്തിരിക്കുന്ന ഫ്രഷർ ആണെങ്കിലും ജോലി മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും റീ ലെവൽ തന്നെയാണ് വഴി. ഈ റീ ലെവൽ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമാണെന്നിരിക്കെ നിങ്ങൾക്കും ഒന്ന് പരീക്ഷിക്കാം. ഇതുകൂടാതെ മികച്ച പെർഫോം നടത്തുന്നവർക്ക് മാക്ബുക്ക്, ആപ്പിൾ വാച്ച് തുടങ്ങിയ സമ്മാനങ്ങളും റീ ലെവലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു റീ ലെവൽ ടെസ്റ്റിൽ പങ്കെടുത്തു നോക്കൂ. ശരി, നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് പോകാം. ഫാക്ട് നമ്പർ 2. ഫിയർ ക്യാൻ ഫീൽ ഗുഡ് ഇഫ് യു ആർ നോട്ട് റിയലി ഇൻ ഡേഞ്ചർ. അഡ്രിനലിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണ് ഉണ്ടാവുന്നതെന്നോ, നമ്മൾ ഏതെങ്കിലും ഒരു വലിയ പ്രശ്നത്തിലകപ്പെടുന്ന സമയത്താണ് ഉണ്ടാവുക. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഈ ഒരു ഹോർമോണിന്റെ ഇഫക്റ്റ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ തന്റെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഭയം ഉണ്ടാവുന്നതിന് പകരം അതിനോടൊരു എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാവുക. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചില ആളുകളോട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൊറർ ഫിലിമിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൊറർ സ്റ്റോറിയോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയന്നിട്ട് അവരുടെ രാത്രിയിലെ ഉറക്കം പോലും നഷ്ടപ്പെടും, ആകെ പേടിച്ചു പോകും. എന്നാൽ വേറെ കുറച്ച് പേരുണ്ട്, ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ അത് ത്രില്ലടിച്ചുകൊണ്ടാണ് കേൾക്കുക, അതിനോട് പേടിയൊന്നുമില്ല. അവർക്ക് ഇത്തരം കഥകൾ കേൾക്കുന്നതെല്ലാം വളരെ ഇഷ്ടവുമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ ഈ കഥകൾ കേൾക്കുന്ന സമയത്ത് ഈ ഹോർമോണാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് ഭയം ഉണ്ടാവുന്നതിന് പകരം ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാവുക. ഫാക്ട് നമ്പർ 3.
ബിഗിനിങ്സ് ആൻഡ് എൻഡ്സ് ആർ ഈസിയർ ടു റിമെമ്പർ ദാൻ മിഡിൽസ്. ഫ്രണ്ടിയേഴ്സ് ഓഫ് ഹ്യൂമൻ ന്യൂറോ സയൻസ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുകയാണ്, ആളുകൾക്ക് ഏതെങ്കിലും ഒരു വലിയ ലിസ്റ്റ് കൊടുത്തിട്ട് അതിനൊന്ന് ഓർമ്മിച്ചു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 85% ആളുകൾ ആദ്യത്തെ ലൈനുകളോ അല്ലെങ്കിൽ അവസാനത്തെ ലൈനുകളോ ഓർമ്മിച്ചു വെച്ചിട്ട് പറയാറുണ്ടായിരുന്നു. ഇടയിലുള്ള ലൈനുകളാണ് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ലൈഫിലുള്ള ഏതൊരു കാര്യത്തിൻ്റെയും ആരംഭവും അവസാനവും നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമായിരിക്കും, എന്നാൽ ഇടയിൽ നടന്ന സംഭവങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫാക്ട് നമ്പർ 4, വി ക്യാൻ റിമെമ്പർ നെഗറ്റീവ് തിങ്സ് ഫോർ എ ലോങ് ടൈം ഇൻസ്റ്റെഡ് ഓഫ് പോസിറ്റീവ് തിങ്സ്. നമ്മുടെ ബ്രെയിനിൽ നെഗറ്റിവിറ്റി ബയാസ് എന്നൊരു സാധനമുണ്ട്. അത് കാരണത്താൽ ബാഡ് ന്യൂസ്, ബാഡ് മെമ്മറീസ് ഇതിനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള നല്ല ന്യൂസിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് ഓർമ്മിച്ച് വയ്ക്കുവാൻ കഴിയും. അതായത് നിങ്ങളെ ആരെങ്കിലും അപമാനിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കുറ്റം പറയുകയോ എന്തെങ്കിലും ചെയ്തെന്നിരിക്കട്ടെ, ആ സംഭവം അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞ ആളേക്കാൾ കൂടുതൽ സമയം ഓർമ്മിച്ച് വെക്കാൻ കഴിയും. ഫാക്ട് നമ്പർ 5, ബ്രെയിൻ ഈസ് ദ ഫാറ്റസ്റ്റ് ഓർഗൻ. ഒരുപാട് സയന്റിസ്റ്റുകൾ ഈ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഫാറ്റ് ആയിട്ടുള്ള ഓർഗൻ നമ്മുടെ ബ്രെയിൻ ആണ് എന്ന്. ബ്രെയിനിൽ 60% ആണ് ഫാറ്റ് ഉള്ളത്. ഈ ഫാറ്റിൽ omega-3s ആൻഡ് omega-6s ഇവയെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയ റോൾ വഹിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ സ്ട്രോങ് ആക്കുകയും ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ബ്രെയിനിന്റെ വൈറ്റമിൻ ഒബ്സർവേഷൻ കപ്പാസിറ്റിയെയും അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്ത് ഇൻഫ്ലമേഷനെ കുറച്ചു തരികയും ചെയ്യുന്നുണ്ട്. ഫാക്ട് നമ്പർ 6, ഹ്യൂമൻ ഹാവ് ഷോർട്ടർ അറ്റൻഷൻ സ്പാൻ ദാൻ ഗോൾഡ് ഫിഷ്. മനുഷ്യനെ ഈ ഭൂമിയിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയുമോ, നമ്മൾക്ക് ഒന്നിന്റെ മേലെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് ഒരു ഗോൾഡ് ഫിഷിനേക്കാളും കുറവാണ്. സാധാരണയായി ഒരു മനുഷ്യന്റെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി എത്രയാണെന്നോ, 20 മുതൽ 25 മിനിറ്റ് വരേക്ക് പോലും ഒരു കാര്യത്തിനും ഫോക്കസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ മനസ്സിലാവും. കഴിഞ്ഞ 10 വർഷത്തിനകം ഹ്യൂമൻ ബീയിങ്സിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വെറും 10 മിനിറ്റായി ചുരുങ്ങിക്കഴിഞ്ഞു. ഇനി ഭാവിയിൽ ഇത് ഇതിനേക്കാളും കുറയുമെന്നാണ് പറയുന്നത്. ഇതിനുള്ള ഏറ്റവും പ്രത്യക്ഷമായ ഒരു തെളിവ് എന്താണെന്ന് പറയട്ടെ. വലിയ വീഡിയോകൾ കാണുന്നതിന് പകരം ഷോർട്സ്, റീൽസ് ഇതുപോലെയുള്ള വീഡിയോസ് കാണുന്നതിനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. ഇതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഫാക്ട് നമ്പർ 7, സിംഗിങ് റെഡ്യൂസസ് ആങ്സൈറ്റി. നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുവാനുണ്ട് എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ നെർവസ് ആകാൻ തുടങ്ങും. നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഇത് എപ്പോഴാണ് ചെയ്ത് തീർക്കുക. എന്നാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി അറിയുന്നൊരു കാര്യമായിരിക്കും, നിങ്ങൾ ഒരു പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾ മൂളി പാടിക്കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നെർവസ് ഒക്കെ ഇല്ലാതെയാകും. സയൻസ് ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണോ നല്ല മ്യൂസിക് കേൾക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി പാട്ട് പാടുന്നത്, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോക്സിനും എൻഡോർഫിനും പോലെയുള്ള ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട് എന്ന്. ഈ ഹോർമോൺസ് നമ്മുടെ ആങ്സൈറ്റിയെയും നമ്മുടെ ഡിപ്രഷനെയും വളരെയധികം കുറയ്ക്കുന്ന ഹോർമോൺസ് ആണ്. ഫാക്ട് നമ്പർ 8, ഓവർ സ്ലീപ്പിംഗ് ഈസ് ടോക്സിക് ടു യുവർ ബ്രെയിൻ. ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നന്നായി ആക്റ്റീവ് ആയിരിക്കും, നല്ല ഫ്രഷ് ആയിരിക്കും എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ ഉറങ്ങിയ ദിവസത്തെ കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ മറ്റുള്ള ദിവസത്തെ അപേക്ഷിച്ച് നോക്കിയാൽ അന്നത്തെ ദിവസം കൂടുതൽ ക്ഷീണമുള്ളതായിട്ടും ക്രിയേറ്റീവ് അല്ലാതെയുമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് പിന്നിൽ ഒരു ന്യൂറോ സയൻസ് ഉണ്ട്. കൂടുതൽ ഉറങ്ങിയതിന് ശേഷവും നമുക്ക് ഇതുപോലെയുള്ള ഇഷ്യൂസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതിനെ ഓവർ സ്ലീപ്പിംഗ് പാരഡോക്സ് എന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. അമിതമായി ഉറങ്ങിയാൽ ഈ പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് വളരെ കുറച്ചുറങ്ങുന്നവർക്കും ഉണ്ടാകും. ഒരുപാട് ഉറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ ക്ലോക്ക് ഫംഗ്ഷനിങ് കേടായി മാറും. അതുകൊണ്ട് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് കൃത്യമായി വർക്ക് ചെയ്യാതെയാകും. അത് കാരണത്താൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ഷീണമുള്ളതായി തോന്നാനും തുടങ്ങും. അതുകൊണ്ട് കൂടുതലായി ഉറങ്ങുന്നതും ശരിയല്ല, തീരെ ഉറങ്ങാതിരിക്കുന്നതും ശരിയല്ല. ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിന് 6 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 8 മണിക്കൂർ വരയ്ക്കുള്ള ഉറക്കമാണ് ആവശ്യമായിട്ടുള്ളത്. ഫാക്ട് നമ്പർ 9, സർക്കാസം ഈസ് ഗുഡ് ടു ദ ബ്രെയിൻ. സർക്കാസം എന്നാൽ ആക്ഷേപഹാസ്യം, ട്രോൾ എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങൾക്കൊരു സത്യം അറിയുമോ? ഈ സർക്കാസ്റ്റിക് പീപ്പിളിന്റെ ബ്രെയിൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം സർക്കാസ്റ്റിക് പീപ്പിൾ കൂടുതൽ ക്രിയേറ്റീവും തോട്ട്ഫുള്ളും ആണെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു കാര്യം പെട്ടെന്ന് തന്നെ ചിന്തിക്കുവാനും ചെയ്യുവാനും കഴിവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റിസർച്ചേഴ്സ് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്, സർക്കാസ്റ്റിക് പീപ്പിൾ അവരുടെ ബ്രെയിനിനെ പൂർണ്ണമായിട്ടും യൂസ് ചെയ്യുന്നു, അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നതാണ്. കാരണം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ആളുകളോട് പുതിയ രീതിയിൽ തമാശകൾ പറയുവാൻ വേണ്ടിയിട്ട് അവർക്ക് എപ്പോഴും കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ശീലം കാരണത്താൽ അവർക്ക് പിന്നീട് അവരുടെ സ്വന്തം ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യാൻ അവരുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും.
നിങ്ങൾ ഇതുപോലെ ആക്ഷേപഹാസ്യം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, അത് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ഇന്റലിജന്റ് ആണെന്നാണ് അർത്ഥം. നാപ്സ് ആർ ലൈഫ് സേവിങ്. ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് സമയം ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ കേടുവരുത്തുമെന്ന്. എന്നാൽ ഈ കാര്യം പൂർണ്ണമായൊന്നും ശരിയല്ല. ഒരു കാര്യം ശരിയാണ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിന് എപ്പോഴും മോശമായൊരു കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, പകൽ സമയത്ത് ഇടയ്ക്കിടെ ചെറിയൊരു നാപ്പ്, അതായത് ഒരു ചെറിയ മയക്കം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ ഫോക്കസ്ഡ് ആൻഡ് കൂടുതൽ ക്രിയേറ്റീവ് ആക്കി മാറ്റും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുമാത്രമല്ല, റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ദിവസം ഇടയ്ക്കൊരു നാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത പോലും 30% കുറയുമെന്നാണ് പറയുന്നത്. ഫാക്ട് നമ്പർ 11. When one rule seems too strict, we want to break more. അതായത് നിങ്ങൾ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വേസ്റ്റ് ഇടാൻ പാടില്ല, ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല, ഇവിടെ തുപ്പാൻ പാടില്ല, എങ്ങനെയല്ല. എന്നാൽ ആളുകൾ ആ സ്ഥലത്ത് തന്നെ കൃത്യമായി അതെല്ലാം ചെയ്യുകയും ചെയ്യും. അതായത് ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അവരുടെ ഏതെങ്കിലും ഒരു ഫ്രീഡം അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുവെങ്കിൽ, അവരുടെ ഫ്രീഡം ചോദ്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ അവർ ആ നിമിഷം ആ റൂളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും. എന്നാൽ ഇങ്ങനെ നിയമം ലംഘിക്കുന്നതിലൂടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ പ്രശ്നം എന്ത് തന്നെ സംഭവിച്ചാലും ഈ ഫ്രീഡം ലംഘിക്കുക എന്നുള്ളത് അവർ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. എന്നാൽ പ്രശ്നങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇത്തരത്തിൽ ലോ ലംഘിക്കുക എന്നത് പലരും ശ്രദ്ധിക്കുകയില്ല. ഇത്തരത്തിൽ റൂൾസ് ലംഘിക്കുന്ന സ്വഭാവത്തിൽ ചെറിയ കുട്ടികളും യങ്സ്റ്റേഴ്സുമാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ റൂളുകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫാക്ട് നമ്പർ 12. ഹാർട്ട് ഏക്ക് ഈസ് റിയൽ. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറയുകയാണെന്നിരിക്കട്ടെ, എന്നെ ഒരാൾ റിജക്ട് ചെയ്തു, അത് കാരണം എനിക്ക് ഹൃദയവേദനയുണ്ടായി എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, എന്താ ഇത് സിനിമാ കഥ പോലെ പറയുന്നത്, ഹൃദയവേദന എന്നൊക്കെ. എന്നാൽ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ ഹാർട്ട് പെയിൻ ഉണ്ടല്ലോ, ഹൃദയവേദന, അത് വാസ്തവത്തിലുള്ളതാണ്. ഒരുപാട് റിസർച്ചുകളിൽ ഇത് പറയുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന് ഫിസിക്കൽ പെയിൻ, ഇമോഷണൽ പെയിൻ ഇതൊന്നും രണ്ടായി കാണാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ എങ്ങനെയാണോ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്, അതുപോലെ തന്നെ റിജക്ഷൻ, ബ്രേക്കപ്പ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് മുറിവ് പറ്റിയ പോലെയുള്ള വേദനയാണ് നമ്മുടെ തലച്ചോറിന് ഫീൽ ചെയ്യുക. അതിനർത്ഥം നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേറ്റ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിജക്ഷനോ ബ്രേക്കപ്പോ ഉണ്ടായാൽ നിങ്ങളുടെ ശരീരത്തിലെ ഒരു എല്ല് പൊട്ടിയ പോലെയുള്ള വേദന തന്നെയാണ് ബ്രെയിൻ ഫീൽ ചെയ്യുന്നത്. ഫാക്ട് നമ്പർ 13. ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ ക്യാൻ മേക്ക് ഇറ്റ് ഹാർഡർ ടു റിമെമ്പർ. ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അതായത് മുമ്പെല്ലാം കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചിരുന്നതിനേക്കാൾ ഇപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുവാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ റിസൾട്ട് വന്നത് എന്താണെന്നോ, അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു അറിവ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കൂടുതൽ കാലം നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. അത് മറന്നു പോകും. ഇന്റർനെറ്റിൽ നമുക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ആൻസർ കിട്ടും, പക്ഷെ ആ ആൻസർ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മറന്നു പോവുകയും ചെയ്യും. ഫാക്ട് നമ്പർ 14. You can only remember 3 to 4 things at a time. ആളുകൾ വിചാരിക്കുന്നത് അവർക്ക് ഒരു സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ കഴിയുമെന്നാണ്. സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത് ഒരു മനുഷ്യന് ഒരേ സമയത്ത് 3 മുതൽ 4 വരെ കാര്യങ്ങൾ മാത്രമേ ഓർമ്മിച്ച് വെക്കാൻ കഴിയൂ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഫോൺ നമ്പർ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 10 ഡിജിറ്റുകൾ ഉള്ളത് കാരണത്താൽ അത് ഓർമ്മിച്ച് വെക്കുന്നത് പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. അതിലെ 10 ഡിജിറ്റുകൾ സെപ്പറേറ്റായി ഓർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ആ ഫോൺ നമ്പറിനെ ഒരു 3 or 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമായിരിക്കും. അതായത് 87, 48, 306, 249 ഇതുപോലെയൊക്കെ. സോ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ലാത്ത ചില ഫാക്ടുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.